ഹായ് ഗായ്സ്, ഇന്ന് ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കുന്നത്. 6 മണിക്ക് അലാറം വെച്ചിട്ട് 7 മണിക്കാണ് എണീറ്റത്. രാവിലെ എനിക്ക് ഭയങ്കര മടിയാണ്. അങ്ങനെ നേരെ കിച്ചണിലേക്ക് പോയി. കിച്ചൺ ഇപ്പം ഇങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ അവസ്ഥ ഇങ്ങനെയല്ല. അങ്ങനെ ആദ്യം അരി അടുപ്പത്ത് വെച്ചു. അരി തിളക്കാൻ കുറേ സമയം എടുക്കുമല്ലോ, അപ്പോൾ അതിനുള്ളിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആദ്യം ഒരു ചായയൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് ഇന്ന് ഉണ്ടാക്കിയത് ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് നമുക്കുള്ള പണി എന്ന് പറയുന്നത് കറി വെക്കണം. അമ്മൂട്ടിക്ക് സ്കൂളിൽ പോകാനുള്ളതുകൊണ്ട് ഇതെല്ലാം കൂടി ഞാൻ രാവിലെ അങ്ങോട്ട് ചെയ്യും. ഈ മീനിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ, അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണം. മീൻ കട്ട് ചെയ്താണ് എപ്പോഴും കൊണ്ടുവരുന്നത്, അതുകൊണ്ട് നമ്മുടെ പണി ഈസി ആയി. അങ്ങനെ മീൻകറി വേഗം സെറ്റായി. ഞാൻ മീൻകറിയില്ല മഞ്ഞപ്പൊടി മുളക് പൊടി മാത്രമേ ഇടുള്ളൂ. മല്ലിപ്പൊടി ഇടുമ്പോൾ എനിക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. അങ്ങനെ ഞാൻ ഇത് മാത്രം ഇട്ട് വെച്ചപ്പോൾ എന്റെ മീൻകറിക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി. അങ്ങനെ മീൻകറി തിളച്ചു തുടങ്ങി. അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു. അങ്ങനെ മീൻകറിയൊക്കെ സെറ്റായി. നല്ല മണം വരുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അപ്പുറത്ത് തന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മൂട്ടിക്ക് വൈകുന്നേരം ഇത് നമ്മൾ കൊടുത്തയക്കണം. അങ്ങനെ ഇതൊക്കെ റെഡിയാക്കി നേരെ അമ്മൂട്ടിന്റെ അടുത്ത് പോയി. അപ്പോൾ കണ്ണും കുളിപ്പിച്ചൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്ത് തോന്നിയെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അപ്പം തന്നെ ചെയ്തു. അത് കഴിഞ്ഞ് രണ്ടുപേർക്കും ഫുഡൊക്കെ കൊടുത്തു. ഇത് അമ്മൂട്ടിന്റെ ഫുഡാണ്. അമ്മൂട്ടിക്ക് ഉച്ചക്കലത്തെയും വൈകുന്നേരത്തെയും നമ്മൾ കൊടുത്തയക്കണം. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവർ പോകാൻ റെഡിയായി. അങ്ങനെ ചെരുപ്പൊക്കെ ഇട്ട് കൊടുത്ത് രണ്ടുപേരും കൂടി വണ്ടിയിലേക്ക് പോയി. അപ്പൊ എന്തൊക്കെയോ പറയുന്നുണ്ട് അച്ഛനും മോളും കൂടി. ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവര് പോയി. അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ കിച്ചൻ്റെ അവസ്ഥയാണ് ഗൈസ്. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനിരുന്നു. കുറേ പാത്രമൊക്കെ കഴുകി വെച്ചു. അങ്ങനെ അവർ പോയപ്പോൾ 9 മണിയായി. പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റാനുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൊണ്ടുപോയി വാഷിംഗ് മെഷീനിൽ കൊണ്ടുവന്നിട്ടു. ബാക്കി കാര്യങ്ങൾ വാഷിംഗ് മെഷീൻ നോക്കിക്കോളും എന്ന പ്രതീക്ഷയോട് കൂടി ഞാൻ അങ്ങോട്ട് മാറി. അങ്ങനെ ഉച്ചക്കലത്തെ ഊണൊക്കെ കഴിഞ്ഞ് പുറത്ത് നല്ല മഴയായിരുന്നു. കുറച്ചു നേരം ഞാൻ മുകളിൽ വന്ന് ഇങ്ങനെ ഇരുന്നു. നല്ല രസമുണ്ടായിരുന്നു മഴയൊക്കെ കണ്ട് അവിടെ അങ്ങനെ ഇരിക്കാനായിട്ട്. എന്താ അല്ലേ, കുട്ടികളായി കഴിഞ്ഞാൽ റെസ്പോൺസിബിലിറ്റീസ് കൂടുമെന്ന് പറഞ്ഞത് അന്ന് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി. എന്നാലും ഞാൻ ഹാപ്പിയാണ് ഗൈസ്. ഇതെല്ലാം നമുക്ക് നമ്മുടെ അമ്മ ചെയ്തു തന്നതാണ്. അപ്പം നമ്മുടെ ഇതൊരു കടമയാണ്. അങ്ങനെ ഞാൻ നേരെ വെച്ച് പിടിച്ചത് സൂപ്പർ മാർക്കറ്റിലേക്കാണ്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. ഞങ്ങൾ മാസത്തിൽ ഒരു ദിവസം ആയിട്ട് വാങ്ങിക്കും. അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ അമ്മൂട്ടീനെ കൊണ്ടുവന്നു. വൈകിട്ടത്തെ ഫുഡ് പുറത്തുനിന്നാണ് ഓർഡർ ചെയ്തത്. ചപ്പാത്തിയോ എന്തൊക്കെയോ അങ്ങനെ ഓർഡർ ചെയ്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഡേ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ടാറ്റ ബൈ ബൈ.